ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ സ്കൂളിൽ? അല്ല, ഞങ്ങൾ പല സീരിയലും ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് നേരത്തെ കണ്ടോണ്ടിരുന്ന സീരിയൽ ഇന്ന് കെ സി വേണുപോലെ പറഞ്ഞു. അദ്ദേഹം 10 മണി 10:30 കഴിഞ്ഞിട്ടല്ലേ ആ സീരിയലിന്റെ പേരെന്താ, ഒരു സീരിയൽ കാണുവാൻ ഇപ്പൊ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. രമേശ് ചെന്നിത്തല പൊടി പൊടിച്ചു കേട്ടോ. തുടക്കത്ര ഗംഭീര പ്രചരണ പരിപാടിയായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല. UDF പ്രചരണ കമ്മിറ്റി ചെയർമാനായിട്ട് AICC നിയമിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. സഹായിക്കാനായിട്ട് നമ്മുടെ ഷാഫി പറമ്പലിനെ വൈസ് ചെയർമാനുമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രചരണ പരിപാടിയാണ്. അദ്ദേഹം സീരിയൽ കാണൽ നിർത്തിയെന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ കാരണം എന്ന് കൂടെ ഒന്ന് മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് വിശദമായി പറഞ്ഞുതരും. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ആ സീരിയലിന്റെ പേരെന്താ, ഒരു സീരിയൽ കാണുവാൻ ഇപ്പൊ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. ഈ കയറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. യഥാർത്ഥത്തിൽ എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. തോറ്റിയെ കയറ്റിയ പോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ, അവർക്ക് ഇതൊക്കെ മനസ്സിലാവും. പ്രശസ്ത സിനിമാ താരങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുകയാണ്. എത്ര കൊടുത്തു എന്നറിഞ്ഞാൽ മതി ഇനി അവർക്കൊക്കെ. അതാണ് നമ്മുടെ ചെന്നിത്തല സാറിന്റെ പ്രശ്നം. ഈ സീരിയലിന്റെ ഇടയ്ക്കു കൂടെയുള്ള പരസ്യം ഉണ്ടല്ലോ, ഈ പ്രമുഖ നടന്മാരെയൊക്കെ വെച്ചുകൊണ്ട് സർക്കാരിന്റെ വക പരസ്യമാണത്രേ. തങ്ങളുടെ ഈ നേട്ടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് കയറി ചെല്ലുക, തങ്ങളുടെ നേട്ടങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഈ വലിയ നടന്മാരെ വെച്ച് പരസ്യം ചെയ്യുന്നത്. അത് ഈ രമേശ് ചെന്നിത്തല സാറിന് തീരെ പിടിക്കുന്നില്ല കേട്ടോ. കാരണം UDF പ്രചരണ സമിതിയുടെ ചെയർമാനാണ്. ഇതുകൊണ്ടൊന്നും പുള്ളിക്ക് അരിശം തീരുന്നില്ല. ബാക്കിയും കൂടി ഉണ്ട് പുള്ളിക്ക് പറയാൻ. അതും കൂടെ ഒന്ന് കേട്ടുകൊണ്ടാവും. അറിയും സീരിയൽ പോലും കാണാൻ വയ്യ അല്ലേ ഷാഫി? സീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയോണ്ട് ജീവിക്കുകയാണെന്ന് പറയാ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ കേരളത്തിൽ നടക്കുന്നത്. സീരിയലിനകത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ്, സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സാധനം വാങ്ങിക്കുന്നതെന്ന് പറയുക. ഹോ, എന്തൊരു കൊടുംചതിയാണ് ഈ പിണറായി വിജയൻ ചെയ്യുന്നത് നോക്കണേ. ഒരു പ്രചരണ കമ്മിറ്റി ചെയർമാൻ ഇതിനേക്ക് ഇനി കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പെടാപ്പാട് നോക്കണേ. കാരണം സർക്കാർ തന്നെ ഈ സീരിയൽ വഴി, ഏത് ചാനൽ വഴി സീരിയലൊക്കെ അതിലെ കഥാപാത്രങ്ങൾ പറയുകയാണത്രേ, ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ നിന്ന് ഫണ്ട് കിട്ടി, ഞങ്ങൾക്ക് അതിൽ നിന്ന് ലോണ് കിട്ടി, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഇപ്പോൾ പെൻഷൻ കൂടുതൽ കിട്ടി, 2000 രൂപ കൃത്യമായി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പണ്ട് UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 600 രൂപ കിട്ടിയിരുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് 2000 രൂപയൊക്കെ കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സുഭിക്ഷമായി എന്നൊക്കെ ഈ സീരിയലിലെ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ ഇതിൽ പകരം ഒരു പാതകം വേറൊന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെ ഇനി ഈ ഒരു പ്രചരണ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കൗണ്ടർ ചെയ്ത് ജനങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 5000 രൂപ തരാം എന്നൊക്കെ ഇനി പറഞ്ഞല്ലാണ്ട് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? ഇനി പഴയ 600ലേക്ക് തന്നെ പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് ഇത്തിരി മഹാ കഷ്ടമായി പിണറായി സാറേ എന്നെ പറയാനുള്ളൂ. എന്തായാലും ഈ ചെന്നിത്തല സാറിന്റെ പരാതി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, കുറച്ചും കൂടി ഉണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ വയ്യ, മുഖ്യമന്ത്രിയുടെ പണം തട്ടിയിട്ട്. ട്രാൻസ്പോർട്ട് ബസ് എന്ത് പിഴച്ചു? എല്ലായിടത്തും മുമ്പിലും പുറകിലും ഡ്രൈവർമാർ പറയുന്ന കണ്ണുപോലും കാണാൻ വയ്യാനാണ് ഇപ്പം ഈ പരസ്യക്കാർ. മുമ്പിലും പരസ്യം വെക്കുന്നുണ്ട് ചിലടത്ത്, മുമ്പിലും പുറകിലും 2 സൈഡിലും പരസ്യം. നിങ്ങൾ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ UDF പ്രചരണ സമിതി ചെയർമാൻ്റെ ഒരു കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ പിണറായി വിജയനാണെങ്കിൽ ഈ ജാതി പരിപാടിയാണ്. സീരിയൽ മുഴുവൻ കഥാപാത്രങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ വലിയ ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലൊന്ന് കയറാമെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ പടം തട്ടിയിട്ട് തന്നെ എവിടെയും കയറാൻ പറ്റുന്നില്ല എന്നാ. ഇരിക്കാൻ പറ്റില്ല. സീറ്റിലാണെങ്കിൽ സീറ്റിൽ, ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ, സൈഡിലാണെങ്കിൽ സൈഡിൽ, എല്ലാം പിണറായി വിജയൻ മയം. ഈ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ. ഈ ഒരു അവസ്ഥയിൽ UDF ഇനി എന്താണ് പ്രചരണം നടത്തേണ്ടതെന്ന് അറിയുന്നില്ല, ഒന്നും പറയാനില്ല. ഞങ്ങൾ വന്നാൽ ഇന്നത് ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ഈ ജാതി പ്രവർത്തനങ്ങളെ നോക്കി നടക്കണ്ട എൻ്റെ ചെന്നിത്തല സാറേ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയൂ. 2000 രൂപ പിണറായി വിജയൻ പെൻഷൻ തന്നാൽ ഞങ്ങളതൊരു 2500 ആക്കാം, വേണ്ട 1 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാമെന്ന് ഒന്ന് കമ്മിറ്റ് ചെയ്ത് നോക്കൂ. ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയാലോ. കാരണം നിങ്ങളുടെ പഴയ ചരിത്രം അവിടെ ഉണ്ടല്ലോ. പണ്ട് നിങ്ങൾ കൂട്ടിയിട്ടും പെൻഡിങ് ആക്കി പോയതിൻ്റെയൊക്കെ കഥ ജനങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ പെൻഷൻ കൊടുക്കുന്നതൊക്കെ ഈ ക്ഷേമമൊന്നുമല്ല, അതൊക്കെ വികസന ഒരു ഗവൺമെൻറ്റിൻ്റെ പരിപാടിയല്ല എന്നാണ് UDF കാഴ്ചപ്പാടുണ്ടായിരുന്നത്. എൻ്റെ രമേശ് ചെന്നിത്തല സാറേ, ഉമ്മൻചാണ്ടി സാറൊക്കെ പറഞ്ഞിരുന്നത് അത് പ്രത്യുത്പാദനപരമല്ല, ഈ ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നത് UDF ആണ്.
അപ്പോൾ ആ പരിപാടി നിങ്ങൾ കൊണ്ടു നടക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ പ്രചരണ പരിപാടി ചെയർമാൻ എന്നുള്ള സ്ഥാനം അത്ര എളുപ്പമല്ല നമ്മുടെ ചെന്നിത്തല സാറിനെന്ന് മനസ്സിലായി. കാരണം പ്രചരിപ്പിക്കാനായി നിങ്ങൾ എന്തൊക്കെയോ എഴുതി കൊണ്ടുവന്ന് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫോട്ടോ ഒട്ടിച്ചത്, സീരിയലിലെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, ക്ഷേമ പെൻഷൻ്റെ കുടുംബശ്രീ കഥകളൊക്കെ പറയിപ്പിക്കുന്നത്, പിന്നെ ഈ വർഷമാണെങ്കിൽ 2 മാസം മുമ്പ് തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളൊക്കെ നേരത്തെ എത്തിച്ചു കൊടുത്തതിലൊക്കെ പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ജാതി പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഈ ഗവൺമെൻറ് നടത്തി കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിന് എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ കിട്ടണ്ടേ എന്ന് മാത്രമല്ല 10 വർഷമായി ഭരണത്തിലില്ലല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് ഭരണം കിട്ടിയിട്ട് ഒന്ന് പച്ച പിടിക്കാമെന്ന് വിചാരിച്ചാൽ ഈ പിണറായി സംഘവും സമ്മതിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കഷ്ടമാണ്. ഇതുകൊണ്ടൊന്നും രമേശ് ചെന്നിത്തല സാറ് തളരരുത്, ആഞ്ഞു പിടിച്ചോളണം, പറ്റാവുന്ന കാപ്സ്യൂളൊക്കെ റെഡിയാക്കിക്കൊള്ളണം. അതല്ലെങ്കിൽ നമ്മൾ UDF-കാർ പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള കാപ്സ്യൂളുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ഷാജി എന്ന നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ ഒരു കാപ്സ്യൂളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് സുഖമായി രമേശ് ചെന്നിത്തല സാറിന് ഉറങ്ങാം. അപ്പോൾ അതൊന്ന് കേട്ടു നോക്കിക്കോളൂ. ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ സ്കൂളിൽ? താങ്കളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കുട്ടികളോട് താങ്കൾ ചോദിക്കുക, സ്കൂളിൽ ഉച്ചക്കഞ്ഞിയാണോ ചോറും കറിയാണോ കിട്ടുന്നതെന്ന് താങ്കൾ അന്വേഷിക്കുക. ഒന്നും അറിയാതെ അന്വേഷിക്കാതെ താങ്കളുടെ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ വീട്ടിൽ കുട്ടികളാരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ? അംഗൻവാടി തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഉണ്ടല്ലോ. അവര് സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളുകളിലോ ആണോ പഠിക്കുന്നത്? അതെ, അത് തന്നെ. ആണല്ലോ. ആ കുട്ടികളുടെ സ്കൂളിൽ ഉച്ചയ്ക്ക് എന്താണ് കൊടുക്കുന്നത്? അവര് വീട്ടുകളിൽ നിന്ന് ഭക്ഷണമാണ് കൊണ്ടുവന്ന് കഴിക്കുന്നത്. അല്ല, ആ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താണ്? ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവിടെ എയ്ഡഡ് സ്കൂളിലായാലും ഗവൺമെന്റ് സ്കൂളിലായാലും അവിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമല്ലോ. അതിനെക്കുറിച്ച് അവർക്ക് അറിയാമായിരിക്കുമല്ലോ. അവര് പറയുന്നത് ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല. ഒരു ഭക്ഷണം അത് ഏത് സ്കൂളാണ്? കോന്നിയില്. പിന്നെ വേറൊരു കാര്യം കൂടി, അല്ലല്ല, കോന്നിയിൽ ഏത് സ്കൂളാണ് ഉച്ചഭക്ഷണം കുട്ടികൾ കൊടുക്കാത്ത? എയ്ഡഡ് സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ? എന്റെ നമ്പർ അറിയാമല്ലോ, അപ്പൊ എന്നെ വിളിച്ചാൽ മതി. ഈ നമ്പർ ഷാജി, അത് ഏത് സ്കൂളാണെന്ന് പറയൂ. എയ്ഡഡ് സ്കൂളാണോ അൺഎയ്ഡഡ് സ്കൂൾ, പിന്നെ ഗവൺമെന്റ് സ്കൂളാണോ? ഗവൺമെന്റ് സ്കൂൾ. ഗവൺമെന്റ് കോന്നി ഏത് ഗവൺമെന്റ് സ്കൂളാണ്? അത് എന്റെ ഈ നമ്പർ അറിയാമല്ലോ. ഷാജി, അത് പറയൂ. നമുക്ക് അങ്ങനെ ഒരു വലിയ അനീതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? നമുക്ക് വാർത്തയാക്കാം. വാർത്തയാക്കുന്നതിന്റെ അല്ല വിഷയം. അല്ല, ഷാജി, വാർത്തയാക്കണം. സർക്കാർ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള നിർബന്ധമായും കുട്ടികൾ കൊടുക്കണമെന്നൊരു ഉത്തരവുണ്ടായിരിക്കുകയും അത് കേരളത്തിൽ മുഴുവൻ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ കോന്നിയിലെ താങ്കളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അത് ആ അധ്യാപകർ ചെയ്യുന്നില്ലെങ്കിൽ, അവിടുത്തെ PTA ചെയ്യുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. അല്ല, ആ സ്കൂളിന്റെ പേരെന്താണ്? നമുക്ക് വാർത്തയാക്കാം. അതുകൊണ്ട് പറഞ്ഞു, എന്റെ നമ്പർ അറിയാമല്ലോ. അല്ല, നമ്പർ അറിയുന്നതല്ല. നമ്പർ എങ്ങനെ? താങ്കൾ പറഞ്ഞോളൂ ഏത് സ്കൂളാണ്. ആ സ്കൂളിലോട്ടുള്ള കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരാം. താങ്കൾ പറഞ്ഞുതരൂ. സ്കൂളിന്റെ പേര് പറയൂ. ആ സ്കൂളിന്റെ പേര് ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എന്താ പറയുക, ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുകയും അറിയണ്ടേ? സർക്കാർ സ്കൂളിൽ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലെയും സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ കോന്നിയിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അത് അറിയണ്ടേ? അത് തിരുത്തണ്ടേ? എന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയല്ലോ. എന്നെ അതൊക്കെ പറഞ്ഞോളൂ. നമുക്ക് വാർത്ത കൊടുക്കാം. നമുക്ക് വാർത്ത കൊടുക്കാം, തിരുത്താം, അവർക്കെതിരെ നടപടിയെടുക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയണ്ടേ? അങ്ങനെ വരുമ്പോ എനിക്കിട്ട് പണി വരും. അതെങ്ങനെയാണ്? ഷാജിക്കെതിരെ ഒരു പണിയും വരത്തില്ല. അങ്ങനെ ഷാജി പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു പണിയും വരത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതാ, അതുകൊണ്ടാണ് ഞാൻ. ഷാജി, ഞങ്ങൾ ഉറപ്പ് തരാം. താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ, ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ താങ്കൾക്ക് ഒരു പണിയും കിട്ടില്ല. താങ്കൾ ധൈര്യസമേതം അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആ ഗവൺമെന്റ് സ്കൂളിന്റെ പേരെന്ന് പറയും. എന്റെ നമ്പർ അറിയാമല്ലോ. ഇപ്പൊ ഈ നമ്പറിൽ തന്നെ എന്നെ വിളിക്കൂ, അപ്പൊ ഞാൻ പറയാം, മറുപടി തരാം. ഷാജി എന്തിനാണ് അങ്ങനെ ഈ നമ്പർ അറിയാമല്ലോ എന്ന് പറഞ്ഞു? ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയത്? ഇത്രയൊക്കെ പോരെ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ സഹായിക്കാനായിട്ട് അരയും തലയും മുറുക്കിയിട്ട് ആ അണികൾ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഷാജിയെ പോലെയുള്ളവർ കേരളം അങ്ങോളം ഇങ്ങോളം ഇത്തരം കാപ്സ്യൂളുകളുമായി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് പിണറായി സാറിനെ ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങാൻ പാടുള്ളൂ. താങ്ക് യു. ഇത്തരം തമാശകൾ നമുക്ക് തുടർന്നും കാണേണ്ടി വരും. കാണാനായി കാത്തിരിക്കാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു വൺസ് അഗെയിൻ.